പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആൽഫ കോർണറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററായ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി അഥവാ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ആക്ടിവിറ്റീസാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. എല്ലാവരും നന്നായി മനസ്സിലാക്കുക. ആദ്യ ചോദ്യം, 4 ടെസ്റ്റ് ട്യൂബുകളിലായി ZnSO4 സിങ്ക് സൾഫേറ്റ്, FeSO4 ഫെറസ് സൾഫേറ്റ്, CuSO4 കോപ്പർ സൾഫേറ്റ് എന്നീ ലായനികൾ എടുത്തിരിക്കുന്നു. ഇവയിലോരോന്നിലും ഓരോ ഇരുമ്പാണി മുക്കിവയ്ക്കുന്നു എന്നിരിക്കട്ടെ. ഇംഗ്ലീഷ് മീഡിയം. The solution of zinc sulfate, ferrous sulfate and copper sulfate are taken in 3 different test tubes. Suppose an iron nail is kept immersed in each one. ഇതിലെ ഉപചോദ്യങ്ങൾ: ഏത് ടെസ്റ്റ് ട്യൂബിൽ താഴ്ത്തിവെച്ച ഇരുമ്പാണിയിലാണ് നിറവ്യത്യാസമുണ്ടാകുന്നത്? ഇംഗ്ലീഷ് മീഡിയം. In which test tube the iron nail undergoes a color change? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3 ലായനികളാണ്: സിങ്ക് സൾഫേറ്റ്, ഫെറസ് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്. ഈ മൂന്നിലുമുള്ള ലോഹങ്ങൾ സിങ്ക്, അയൺ, കോപ്പർ എന്നിങ്ങനെയാണ്. ഇവിടെയുള്ള 3 ലായനികളിലും മുങ്ങി നിൽക്കുന്ന ലോഹം എന്ന് പറയുന്നത് അയൺ അഥവാ ഇരുമ്പാണ്. നമുക്കറിയാം, ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ലായനിയിലെ ലോഹത്തേക്കാളും ക്രിയാശീലത അഥവാ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം മുങ്ങി നിൽക്കുന്ന ലോഹത്തിന് അഥവാ മെറ്റലിന്. ഇവിടെ ടെസ്റ്റ് ട്യൂബ് 1-ൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ അയൺ നെയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സിങ്കിനേക്കാളും കുറഞ്ഞ റിയാക്ടിവിറ്റിയാണ് അയണിനുള്ളത്. അതിനാൽ ഇവിടെ റിയാക്ഷൻ നടക്കുന്നില്ല. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് FeSO4 ആണ്, ഫെറസ് സൾഫേറ്റ്. ഫെറസ് സൾഫേറ്റിൽ അയണ് തന്നെയാണ് നിൽക്കുന്നത്. ഒരു ലോഹം അതിൻ്റെ തന്നെ ലോഹലായനിയിൽ മുങ്ങിയിരിക്കുന്ന സമയത്തും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ കോപ്പർ സൾഫേറ്റിലാണ് അയൺ നിൽക്കുന്നത്. കോപ്പറിനേക്കാളും ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലാണ് അയണിന്. അതിനാൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. അപ്പോൾ ഇവിടെ ആദ്യ ചോദ്യത്തിൻ്റെ ആൻസർ കോപ്പർ സൾഫേറ്റ് ലായനിയിലുള്ള അയൺ നെയിലിനാണ് കളർ ചേഞ്ച് സംഭവിക്കുന്നത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, അവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്ത്? വാട്ട് ഈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ? ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഇത് നടക്കുന്നത് ടെസ്റ്റ് ട്യൂബ് 3-ലാണ്. ഇക്വേഷൻ Fe + CuSO4 gives FeSO4 + Cu. ഇതിലെ അടുത്ത ചോദ്യം നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക എന്നതാണ്. അതായത് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ അയൺ ആദേശം അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നു. കാരണം കോപ്പറിനേക്കാളും ക്രിയാശീലത കൂടുതലാണ് അയണിന്. അയൺ ഹാവ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. രണ്ടാമത്തെ ചോദ്യം, ഉരുകിയ പൊട്ടാസ്യം ക്ലോറൈഡ് ലായനി എന്നിവയിലൂടെയുള്ള വൈദ്യുതവിശ്ലേഷണം താരതമ്യം ചെയ്യുക. കാഥോഡിലും ആനോഡിലും നടക്കുന്ന പ്രവർത്തനമെന്ത്? ഇംഗ്ലീഷ് മീഡിയം. കമ്പയർ ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ്. വാട്ട് ആർ ദി പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി കാഥോഡ് ആൻഡ് ആനോഡ്? ആദ്യം ഉരുകിയ പൊട്ടാസ്യം ക്ലോറൈഡിലെ വൈദ്യുതവിശ്ലേഷണം. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസിന് വിധേയമാക്കുമ്പോൾ അത് K+Cl- എന്നീ അയോണുകളായി വിഘടിക്കുന്നു. പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡിൽ നടക്കുന്ന
പ്രവർത്തനം. ആനോഡിലേക്ക് നെഗറ്റീവ് ചാർജുള്ള ക്ലോറിനാണ് എത്തുന്നത്. ഈ രാസപ്രവർത്തനം ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇക്വേഷൻ 2Cl- gives Cl2 + 2E-. നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം. K+ അഥവാ പൊട്ടാസ്യം അയോണാണ് കാഥോഡിലേക്ക് എത്തുന്നത്. ഈ പ്രവർത്തനം നിരോക്സീകരണം അഥവാ റിഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇക്വേഷൻ K+ + 1E- gives K. അടുത്തത് പൊട്ടാസ്യം ക്ലോറൈഡ് ലായനി അഥവാ സൊല്യൂഷൻ്റെ വൈദ്യുത വിശ്ലേഷണം. ലായനിയായിരിക്കുമ്പോൾ അതിൽ ജലവും അടങ്ങിയിരിക്കും. ആദ്യം നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം. ഇവിടെ നിരോക്സീകരണ പ്രവണത കൂടുതൽ കാണിക്കുന്നത് K+നേക്കാളും ജലമാണ്. അതുകൊണ്ട് ജലത്തിനാണ് നിരോക്സീകരണം സംഭവിക്കുന്നത് അഥവാ റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇക്വേഷൻ 2H2O + 2E- gives H2 + 2OH-. നെക്സ്റ്റ് പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം. ആനോഡിലേക്ക് ക്ലോറിനാണ് എത്തുന്നത്. സമവാക്യം 2Cl- gives Cl2 + 2E-. ഈ റിയാക്ഷൻ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം ആണ്. അടുത്ത ചോദ്യം AgNO3 സിൽവർ നൈട്രേറ്റ് ലായനി, MgSO4 മെഗ്നീഷ്യം സൾഫേറ്റ് ലായനി, Ag സിൽവർ ദണ്ട്, Mg മെഗ്നീഷ്യം റിബൺ എന്നിവ നൽകിയിരിക്കുന്നു. ഇവ ഉപയോഗിച്ച് ഗാൽവനിക് സെൽ എങ്ങനെ ക്രമീകരിക്കാം? കാഥോഡിലും ആനോഡിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എഴുതുക. ഇംഗ്ലീഷ് മീഡിയം. You are given a solution of silver nitrate, a solution of magnesium sulfate, a rod silver and a rod magnesium ribbon. How can you arrange a galvanic cell using these? Write down the reactions of taking place at the cathode and the anode. ഗാൽവനിക് സെല്ല് നിർമ്മിക്കുമ്പോൾ 2 ബീക്കറുകളിൽ ആദ്യത്തേതിൽ മെഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ എടുത്ത് മെഗ്നീഷ്യം റിബണും, രണ്ടാമത്തെ ബീക്കറിലേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്ത് സിൽവർ റോഡും ഇറക്കി വെച്ച് 2 ഇലക്ട്രോഡുകളെയും വോൾട്ട് മീറ്റർ മുഖേന കണക്റ്റ് ചെയ്യുന്നു. മെഗ്നീഷ്യം സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് ലായനികളെ തമ്മിൽ സാൾട്ട് ബ്രിഡ്ജ് മുഖേന കണക്റ്റ് ചെയ്താൽ ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രീകരണം ആയി. നെക്സ്റ്റ് റിയാക്ഷൻസ്. ആദ്യം ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡായി പ്രവർത്തിക്കുന്ന ഇലക്ട്രോഡ് മെഗ്നീഷ്യമാണ്. Mg gives Mg2 + 2E-. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ ആണ്. ഒരു ഗാൽവനിക് സെല്ലിൽ റിയാക്ടിവിറ്റി കൂടിയ അഥവാ ക്രിയാശീലത കൂടിയ ഇലക്ട്രോഡ് എപ്പോഴും ആനോഡ് ആയിരിക്കും. കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം Ag + 1E- gives Ag. കാഥോഡിൽ റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ് നടക്കുന്നത്. ഗാൽവനിക് സെല്ലിലെ കാഥോഡ് ഇലക്ട്രോഡ് എപ്പോഴും റിയാക്ടിവിറ്റി കുറഞ്ഞ അഥവാ ക്രിയാശീലത കുറഞ്ഞ ഇലക്ട്രോഡ് ആയിരിക്കും. നെക്സ്റ്റ് തുടർ പ്രവർത്തനങ്ങൾ അഥവാ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. ആദ്യ ചോദ്യം. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ 2 കാർബൺ ദണ്ടുകൾ താഴ്ത്തി വയ്ക്കുക. ലായനിയിലൂടെ വൈദ്യുതി കടത്തിവിടുക. ഇതിലെ ഉപചോദ്യങ്ങൾ: 1. ഏത് ഇലക്ട്രോഡിലാണ് നിറം മാറ്റം ഉണ്ടാകുന്നത്? ആനോഡിലോ അതോ കാഥോഡിലോ? 2. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നുണ്ടോ? 3. ഇവിടെ നടക്കുന്ന മാറ്റങ്ങളുടെ രാസസമവാക്യങ്ങൾ എഴുതുക. ഇംഗ്ലീഷ് മീഡിയം. കീപ് 2 carbon rods immersed in copper sulfate solution, then pass electricity through the solution. Sub-questions. 1. At which electrode does color change occur, anode or cathode?
Second question, is there any change in the blue color of the copper sulfate solution? Third question, write down chemical equations for the changes occurring here. ആദ്യ ചോദ്യം, ഏത് ഇലക്ട്രോഡിലാണ് നിറമാറ്റം ഉണ്ടാകുന്നത്? കാഥോഡിലാണ് നിറമാറ്റം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ചോദ്യം, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? നീല നിറം മങ്ങുന്നു. മൂന്നാമത്തെ ചോദ്യം, ഇവിടെ നടക്കുന്ന മാറ്റങ്ങളുടെ രാസസമവാക്യങ്ങൾ എഴുതുക. കാഥോഡിൽ കോപ്പർ അയോൺ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറുന്നു. സമവാക്യം Cu2+ 2e- gives Cu. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം 2H2O gives O2 + 4H + 2e-. English medium, at which electrode does color change occur, anode or cathode? Answer, at cathode. Second question, is there any change in the blue color of copper sulfate solution? Answer, color fades. Third question, write down chemical equations for the changes occurring here. At cathode, Cu2+ + 2e- gives Cu. At anode, 2H2O gives O2 + 4H + 2e-. രണ്ടാമത്തെ ചോദ്യം, ആസിഡ് ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനിയെ വൈദ്യുതവിശ്ലേഷണം ചെയ്താൽ ആനോഡിൽ ഓക്സിജൻ ലഭ്യമാകും. എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഇതിനായി ഒരുക്കേണ്ടത്? കാഥോഡിൽ നിക്ഷേപിക്കപ്പെട്ട മൂലകം ഏതെന്ന് കണ്ടെത്തുക. When acidified copper sulfate solution is electrolyzed, oxygen is obtained at the anode. What arrangements are to be made for this? Find the element deposited at the cathode. ഇതിൽ കാഥോഡിൽ നിക്ഷേപിക്കപ്പെടുന്ന മൂലകം കോപ്പർ ആണ്. എലമെൻറ്റ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി കാഥോഡ് ഈസ് കോപ്പർ. മൂന്നാമത്തെ ചോദ്യം, എ ബി എന്നീ ഉപചോദ്യങ്ങൾ ഇതിലുണ്ട്. എ, മെഗ്നീഷ്യം, സിൽവർ എന്നീ ലോഹങ്ങൾ ഉപയോഗപ്പെടുത്തി ഗാൽവനിക് സെൽ നിർമ്മിക്കുമ്പോൾ ഓരോ സെല്ലിലും പ്രവർത്തനങ്ങൾ എപ്രകാരമായിരിക്കും എന്ന് കണ്ടെത്തുക. When galvanic cells are made using the metals like Mg, Cu, Zn and Ag, what will be the nature of reactions in each cell? ഇവിടെ നമുക്ക് റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലത ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. Mg, Zn, Cu, Ag. ഏറ്റവും കൂടിയത് Mg, കുറഞ്ഞത് Ag ആണ്. മെഗ്നീഷ്യം സിൽവർ സെൽ ആയിരിക്കുമ്പോൾ Mg ആനോഡും Ag കാഥോഡും ആയിരിക്കും. രാസപ്രവർത്തനങ്ങൾ അഥവാ റിയാക്ഷൻസ്. ഇൻ ആനോഡ്, ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം. Mg gives Mg2+ + 2e-. കാഥോഡ്, Ag + 1e- gives Ag. ഇതിലെ ബി ക്വസ്റ്റ്യൻ, Ag സിൽവർ, Cu കോപ്പർ, Zn സിങ്ക്, Mg മെഗ്നീഷ്യം ഇവ ഉൾപ്പെട്ട എത്ര സെല്ലുകൾ നിർമ്മിക്കാൻ സാധിക്കും? ഹൗ മെനി ഗാൽവനിക് സെൽസ് ക്യാൻ ബി മേഡ് ബൈ യൂസിങ് ദ മെറ്റൽസ് Ag, Cu, Zn ആൻഡ് Mg? സെൽ 1 CuAg, കോപ്പർ സിൽവർ, ആനോഡ് Cu. ഇക്വേഷൻ Cu gives Cu2+ + 2e-. കാഥോഡ് Ag. ഇക്വേഷൻ Ag + 1e- gives Ag. സെൽ 2 ZnAg, സിങ്ക് സിൽവർ, ആനോഡ് സിങ്ക്. ഇക്വേഷൻ Zn gives Zn2+ + 2e-. കാഥോഡ് Ag. ഇക്വേഷൻ Ag + 1e- gives Ag. സെൽ 3 MgAg, മെഗ്നീഷ്യം സിൽവർ സെൽ, ആനോഡ് മെഗ്നീഷ്യം,
equation Mg gives Mg2 plus 2E minus. Cathode Ag silver, equation Ag plus 1E minus gives Ag. Cell 4 ZnCu zinc copper cell. Anode zinc, equation Zn gives Zn2 plus 2E minus. Cathode Cu, equation Cu2 plus 2E minus gives Cu. Fifth cell MgCu magnesium copper cell. Anode Mg, equation Mg gives Mg2 plus 2E minus. Cathode Cu, equation Cu2 plus 2E minus gives Cu. Cell 6 MgZn magnesium zinc cell. Anode magnesium, equation Mg gives Mg2 plus 2E minus. Cathode zinc, equation Zn2 plus 2E minus gives Zn. ഇതിലെ ബി ക്വസ്റ്റ്യൻ Ag, Cu, Zn, Mg ഇവ ഉൾപ്പെട്ട എത്ര സെല്ലുകൾ നിർമ്മിക്കാൻ സാധിക്കും? How many galvanic cells can be made by using the metals Ag, Cu, Zn and Mg? Answer 6 cells.